ഇല്ലദി അഹ്യാന. അത് കഴിഞ്ഞാൽ പിന്നെ ദിക്റുണ്ട്. അതാണ് ദിക്ർ. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക ഫലകൽ ഹംദു വലകശ് ശുക്റു. പള്ളിയിലേക്കുള്ള നടത്തത്തിൽ ഹബീബായ നബി ഇത് ചൊല്ലുമായിരുന്നു. വുളൂ ചെയ്ത് പള്ളിയിലേക്ക് നടക്കുമ്പോൾ അത് ചെല്ലുക. ഈ ദിക്ർ പഠിച്ച അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, റബ്ബേ നാളെ നേരം വെളുത്തെങ്കിൽ ഇതൊന്ന് ചെല്ലാലോ. കാരണം അത്രയും പ്രൗഢമാണ് അതിന്റെ ആശയം. പിന്നെ അതിന് അസൂയ ഉണ്ടാവുക. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമ. അർത്ഥം കേട്ടോ, അർത്ഥം കേട്ടോ. അല്ലാഹുവേ, ഈ പ്രഭാതത്തിൽ നീ എന്നിൽ നിക്ഷേപിച്ച എല്ലാ അനുഗ്രഹങ്ങളും മിൻ ഖൽഖിക, ഈ സൃഷ്ടിജാലങ്ങളിൽ ഏതൊന്നിൽ നീ നിക്ഷേപിച്ച ഏതനുഗ്രഹവും എന്റെ അയൽവാസിക്ക്, എന്റെ ബന്ധുവിന്, എന്റെ മിത്രത്തിന്, എന്റെ ശത്രുവിന്, ആർക്ക് നീ കൊടുത്ത അനുഗ്രഹങ്ങളും ഒന്നും അവരുടേതല്ല. ഫമിൻക വഹദക, എല്ലാം നിന്നിൽ നിന്നാണ്. ലാ ശരീക ലക, ഇതാരും കൊടുത്തതല്ല, നീ മാത്രമാണ്. അതുകൊണ്ട് ഫലക്കൽ ഹംദു, എന്റെ അയൽവാസിക്ക് നീ അനുഗ്രഹം കൊടുത്തതിന്റെ പേരിൽ സർവസ്തുതിയും നിനക്കു തന്നെ. വലക ശുക്രു, അതിന്റെ പേരിൽ നന്ദി നിന്നോട് തന്നെ. വല്ലാത്ത വാക്ക. പിന്നെ എങ്ങനെ അസൂയ ഉണ്ടാവുക? അതായത് ഈ പ്രപഞ്ചത്തിൽ ഏത് സൃഷ്ടിക്കും അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന്റെ പേരിൽ അതിരാവിലെ എണീറ്റാൽ ഒരാൾ അള്ളാഹുവോട് നന്ദി പറയണം. അവന് കിട്ടിയതിന്റെ പേരിൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ ആർക്കും, അതിൽ ആരെല്ലാം ഉണ്ട്. നിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏതൊരാൾക്ക് നീ ചെയ്തു കൊടുത്ത അനുഗ്രഹം. അപ്പോൾ അതിൽ തന്റെ മിത്രം മാത്രമല്ല, ആരുമുണ്ട്, ശത്രുണ്ട്. ഇത് മുസ്ലിമിനെ പറയാൻ കഴിയൂ. കാഫിറിനെ ഞാൻ പറഞ്ഞു തരട്ടെ, കാഫിറിനെ പറഞ്ഞു തരട്ടെ. കാഫിറിൽ പ്രമുഖനായിരുന്നു വലീദ് ലഅനത്തുല്ലാഹി അലൈഹി. അവനങ്ങോട്ട് പറഞ്ഞു ഖുർആൻ, വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇം ബിനമീം മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം തുല്ലിൻ ബഅദ ദാലിക സനീം. ഇങ്ങോട്ട് നോക്കൂ, വല്ലാത്തായത. ولا تطع كل حلاف مهين هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم. ولا تطع, നിങ്ങൾ ആരും വഴിപ്പെട്ടു പോകരുത്. കുല്ല ഹല്ലാഫിൻ, എപ്പോഴും സത്യം ചെയ്ത് നടക്കുന്ന ഒരാൾക്ക്. വലീദ് ലഅനത്തുല്ലാഹി അലൈഹി എന്ത് പറഞ്ഞാലും ലാത്തയെ തന്നെ സത്യം, ഉസ്സയെ തന്നെ സത്യം എന്ന് പറയുന്ന ആളായിരുന്നു. ആര്? കാരണം അവൻ പറയുന്നതിൽ പോലും അവന് വിശ്വാസം അവന് പോലും ഇല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞിട്ട്, സത്യം ചെയ്തിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നുണ്ട് ഇമാമുന ശാഫിഈ. എന്തുകൊണ്ട്? താൻ പറയുന്നതിൽ തനിക്ക് ബോധ്യമുണ്ട്. സത്യം പെരുപ്പിക്കുന്ന ആളുകൾക്ക് സ്വന്തം സത്യത്തിൽ അവർക്ക് വിശ്വാസം ഇല്ല. അതുകൊണ്ടാണ് അവർ സത്യത്തെ പെരുപ്പിക്കുക. അല്ലാഹുമ്മ കാത്തുരക്ഷിക്കട്ടെ. മഹീൻ, നീചൻ. ഹമ്മാസിൻ, മനുഷ്യരെ മുഖത്ത് നോക്കി കുത്തിപ്പറയാൻ മടിയില്ലാത്തവൻ. ലഅനത്തുല്ലാഹി അലൈഹി. മശായിം ബിനമീം, നമീമത്ത് ഇങ്ങനെ പരത്തി നടക്കുന്നവൻ. മന്നാഇൽ ലിൽ ഖൈർ, മാനിഉൽ ലിൽ ഖൈർ എന്നല്ല, മന്നാഉൽ ലിൽ ഖൈറാൻ. ഇതാണ് ഹാസിദ്. മാനിഉൽ ലിൽ ഖൈർ എന്നാൽ ഗുണത്തെ തടയുന്നവൻ, അഥവാ തന്റെ ശത്രുവിന് വരുന്ന ഗുണത്തെ തടയുന്നവൻ. മന്നാഇ എന്നാൽ ഏത് ഗുണത്തെയും തടയുന്നവൻ. ആർക്കുള്ളതും തന്റെ ശത്രുവിന് വരുന്ന ഗുണവും തടയും. ഇതാണ് ഹാസിദ്. തന്റെ ശത്രുവിന് വരുന്ന ഗുണവും തടയും, തന്റെ മിത്രത്തിന് വരുന്ന ഗുണവും തടയും. വളരെ ചിന്തിക്കണം. എനിക്ക് തോന്നുക ഇന്നിപ്പോൾ ഒരു പക്ഷേ അങ്ങനെയായോ. ഇന്ന് ഒരു നിലക്ക് മനുഷ്യന്റെ കൂടിച്ചേരലുകളുടെ ഉള്ളിലാണ് ശത്രുതയുള്ളത്. ഇന്ന് ശത്രുവിനേക്കാൾ മനുഷ്യൻ ശത്രുവായി കാണുന്നത് മിത്രത്തെയാണ്. ഒരു സംഘടന, ആ സംഘടനയിലുള്ള എതിർ പാർട്ടിയിലുള്ള ആളുകളെക്കാൾ ശത്രുവായി അയാൾക്ക് തോന്നുന്നത് അയാളുടെ റേഞ്ചിലുള്ള ആ സംഘടനയുള്ള ആളുകളെയാണ്. വളരെ ചിന്തിക്കണം. എല്ലാവരും ഉണ്ട്, വയസ്സന്മാരടക്കം ഇരുന്ന് തലയാട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് പേച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്.
ചിന്തിക്ക്. അപ്പോൾ മന്നാഇൽ ലിൽ ഖൈർ വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം. മന്നാഇൽ ലിൽ ഖൈർ, ശത്രുവിന് വരുന്ന ഗുണവും മിത്രത്തിന് വരുന്ന ഗുണവും തടയുന്നവൻ. മുഅ്തദിൻ, എല്ലാരോടും ശത്രുത വെച്ച് നടക്കുന്നവൻ. അസീം, കുറ്റവാളി. തുല്യൻ, ഗുണ്ട. പ്രൊഫഷണൽ ഗുണ്ടായ ആൾക്കാണ് തുല്യ എന്ന് പറയാം. ആരെ കയ്യൊന്നും തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് കയ്യൂക്കും കാട്ടി നടക്കുന്നവൻ തുല്യ, ഗുണ്ട. ഇതെല്ലാമായിരുന്നു മക്കയിൽ ആര്? വലീദ്. ഇതിന് കാരണമുണ്ട്. സനീം പിന്നെ ഉമ്മാക്ക് പേശലാണ്. ഖുർആൻ ഇങ്ങനെ മാത്രമേ ഒരാളെ മാത്രമേ ഇങ്ങനെ ആക്ഷേപിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം മനാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം ഉതുല്ലിൻ. 8 ഗുണം പറഞ്ഞു. 9ാമത്തെ ഗുണം പറഞ്ഞെടുത്ത് ബഅദ എന്ന് പറഞ്ഞു. അതിനെല്ലാം പുറമെ സനീം, അവൻ ജാരസന്താനമാണ്. ബഅദ ദാലിക്കാണ് ഇടയെ കയറ്റിയത്. സനീം അവന്റെ കുറ്റമല്ല, അവന്റെ ഉമ്മാന്റെ കുറ്റമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ബഅദ ദാലിക്, അതിനെല്ലാം പുറമെ സനീം അവൻ ജാരസന്താനമാണ്. അപ്പോൾ ജാരസന്താനത്തിനോടാണ് ഇത്തരം ആളുകളിൽ ശത്രുത പുലർത്തിയ ആളുകളെ അള്ളാഹു ഉപമിച്ചത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മനുഷ്യന്മാരെ മനസ്സൊന്ന് അങ്ങോട്ട് വലുതാക്കുക, ഇവിടെ അങ്ങോട്ട് വിശാലാക്കുക. ഇതാ ഞാൻ നിങ്ങൾക്കൊരു ആയത്ത് ഓടിയിട്ട് വിഷയത്തിലേക്ക് കയറി വരാം. ഒരായത്തും കൂടി ഒരു തരത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിൻ്റെ മഹത്വം നെറ്റിയിലുള്ള വിശാലതയല്ല, നെറ്റിയിലുള്ള ഈ അടയാളമൊന്നുമല്ല. പിന്നെന്താ? ഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഒരാൾക്ക് നെഞ്ചിന് വിശാലതയുണ്ടായാൽ, ഏതൊരാളെയും ഉൾക്കൊള്ളാൻ ഒരാൾ തയ്യാറായാൽ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവന് റബ്ബിന്റെ വെളിച്ചത്തിൽ സഞ്ചരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അവർക്ക് മുഖകാന്തിയും ഉണ്ടാകും. ഈ മുഖകാന്തിയുടെ കാരണം മനസ്സിന്റെ വെളിച്ചമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫമൻ ശറഹല്ലാഹു സുദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഒരാൾക്ക് നെഞ്ചിന് വിശാലതയുണ്ടായാൽ അല്ലാഹു തആലാന്റെ നൂറിൽ അവന് സഞ്ചരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് റബ്ബി ഇശ്റഹ് ലി സദ്രി വഖബറ വയസ്സിർ ലി അംരി വഹുലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. 3 കാര്യങ്ങളിൽ നിന്ന് എല്ലാവരും ഒഴിവാവുകയില്ല. 1 അസൂയ, 2 ലന്ന്. ലന്ന് എന്നാൽ ഒരു തരം വിചാരം, മോശപ്പെട്ട വിചാരം. അതൊരു സെക്കൻഡിൽ ക്ലിക്ക് ചെയ്യും. അതായത് നമുക്ക് നമ്മുടെ സഹജീവിയെ കുറിച്ച് ഒരു മോശപ്പെട്ട വിചാരം ഒരു സെക്കൻഡിൽ വരും. ചിലപ്പോൾ അതിന് ഉപോത്ബലകമായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാവും, പക്ഷെ അയാൾ നിരപരാധിയുമായിരിക്കും. ആൻ എക്സാമ്പിൾ, നമ്മളെ മോളെ ഒരാള് വന്ന് വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മകളെ ഒരു പുതിയാപ്പള, ഒരു ഭാവി വരനാകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ വന്നിട്ട് കണ്ടു. അങ്ങനെ ചടങ്ങുണ്ടല്ലോ, മനസ്സിലായില്ലേ? കണ്ട് ചായയൊക്കെ കുടിച്ച് പെണ്ണിനോട് വർത്തമാനം പറഞ്ഞ് പെരുമാറ്റം കൊണ്ട് നമുക്ക് മനസ്സിലായി ഏകദേശമൊക്കെ റാഹത്തായിട്ടുണ്ട്. ഇതെല്ലാവരും നമ്മളോട് ചിരിച്ചു. ഇതെല്ലാവരും ഒന്ന് അങ്ങോട്ട് വാതിൽ പിന്നിലേക്ക് മാറുന്നത് കണ്ടു, പിന്നെ അങ്ങനെ ചിരിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഏകദേശം പിന്നെ പറയാ വിവരം തരാന്ന് പറഞ്ഞ് ഈ ചിരി എല്ലാവർക്കും ഇത് ഏർപ്പാടാണ്. അവനൊക്കെ അറിയാൻ കഴിയില്ല, ചിരിയുമ്പോഴാണ് അവന്റെ ഏർപ്പാട് നടന്നു പോകുന്നത്. അങ്ങനെ വാതിൽ പിന്നിലേക്ക് മാറി അവനോട് എന്താ സംസാരിച്ച് നമ്മൾ ചിരിച്ച്. അപ്പൊ നമ്മൾ വിചാരിച്ച് ഏകദേശം ഈ കാര്യം നടക്ക് ചായ കുടിച്ച് അങ്ങനെ അങ്ങോട്ട് പോയി. അവന്റെ ആ പോക്കും റാഹത്തും നമ്മളിങ്ങനെ നോക്കി നിന്ന് റോഡിലേക്ക് അവരിങ്ങനെ കയറുമ്പോഴാണ് നമ്മൾ അയൽവാസിന്റെ മോട്ടോർ സൈക്കിള് ഇങ്ങനെ വരുന്നത്. അപ്പൊ അവര് കൈ കാണിച്ചു, നിർത്തി. പിന്നെന്തോ അവര് സംസാരിക്കുന്നത് കണ്ടു. അപ്പോഴേ അയൽവാസി ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടു. ഇങ്ങനെ കാണിക്കുന്നവർക്ക് കണ്ടു.